ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. കാർത്തി എടുക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. കാർത്തിനെ എടുത്ത് നമ്മൾ മുകളിലോട്ട് കയറുവാണ്. കാശിയും ശ്രീകുട്ടിയും കൂടി നമ്മുടെ ഓർഡർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാശി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഏത് ഓർഡർ ചെയ്യട്ടെന്നുള്ള തിരക്കിൽ. കാർത്തി നേരെ തിരിച്ച് കാർത്തി കരച്ചിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മുടെ കൂട്ടത്തുള്ള ആൾക്കാർ വരുന്നതാണ്. ഇത് ചേച്ചിയുടെ മോളും വരുന്നതാണ്. ചേച്ചിയുടെ മോളുടെ പേര് ലച്ചു ഒന്ന് റെഡിയായി വരാനുള്ള ഒരുപാട് സമയമെടുത്തു. നമ്മളിനി ഒരാളെ കൂടി വെയിറ്റിംഗ് ആണ്. കാശി പതുപോലെ തന്നെ അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. ടേബിളിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നിട്ട് കാർത്തി നേരെ തിരിച്ച് വെള്ളം കുടിക്കുന്ന തിരക്കിലാണ്. ലച്ചു ആണ് നമ്മുടെ കൂട്ടത്തിൽ ലേറ്റായ ആളെത്തി ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പോൾ നമ്മളിനി ഫുഡിങ്ങിൻ്റെ വെയിറ്റിലാണ്. പിന്നെ നമ്മൾക്കൊരാൾ കൂടി വരാനുണ്ട്, ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അവൾ ലേറ്റായിട്ടേ വരത്തുള്ളൂ. ലേറ്റാണെങ്കിലും ലേറ്റസ്റ്റായിട്ട് വരുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡ് നോക്കി കാർത്തി ഇരിപ്പുണ്ട്, ഇതാ കഴിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത ആൾ വരുന്നതാണ്. വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. ഫുഡും നോക്കി ഇരിക്കുവാണ്. അതാ വരുന്നുണ്ട് ഞങ്ങളുടെ ലാസ്റ്റ് പേഴ്സൺ. ഇവളെപ്പോഴും ലേറ്റായിട്ടാണ് വരുന്നത്. പുള്ളിക്കാർ ജോലി സ്ഥലത്തു നിന്നാണ് വരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അങ്ങനെ ശ്രീകുട്ടി സെർവ് ചെയ്യാൻ തുടങ്ങി. കാശി കഴിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. വൈകുന്നേരത്തെ കേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. കേക്ക് കൊണ്ടുവന്നു. കാർത്തി ആദ്യമേ തന്നെ കത്തിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അവൻ കേക്ക് കട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി കേക്ക് കട്ടിങ്ങിലോട്ട് പോയാലോ. ശ്രീകുട്ടിയുണ്ട്, വെയിറ്റിംഗ് ആണ്. നമ്മൾക്കിനി കേക്ക് കട്ടിങ്ങിൽ കാണാം. അനിയന്മാരെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സെൽഫിയാണ് ഗൈസ് അത്. അടുത്ത കേക്ക് കട്ടിങ്, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കാർത്തിയും കാശി എൻ്റെ ഇടയ്ക്കിരുന്ന് ഞെരുകുന്നുണ്ട്. ഞങ്ങളുടെ ഡേറ്റ് മാസം കറക്റ്റാണ്, വർഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഡേറ്റും മാസവും സെയിം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടി. താങ്ക് യു ഫോർ ഓൾ വിഷിംഗ്.